5 വർഷം കഴിഞ്ഞ് ഞാൻ 2029 വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ എനിക്ക് ഈശ്വരൻ കനിഞ്ഞ് ആയുസ്സും ആരോഗ്യം നൽകുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും ആവശ്യപ്പെടേണ്ടി വരില്ല. നിങ്ങളെനിക്ക് എന്നെ വാഴ്ത്തും, എനിക്ക് നല്ല വിശ്വാസമാണ്. ആ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കും. ഞാനല്ലേ വേണം, എനിക്കെന്ത് കിട്ടി എന്ന് നോക്കാൻ പാടില്ല, നമുക്കെന്ത് കിട്ടും. പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയും വെച്ച് പുറത്തു. ആ പ്രീണനം തന്നെ വലിയ അഴിമതി കാണിക്കാനുള്ള ഒരു കൈക്കൂലിയാണെന്ന് ജാതി പ്രീണനം പ്രത്യേകിച്ച് ഞാനത് ഒരു കാരണവശാലും ജാതി പ്രീണനത്തിന് കൂട്ടുനിൽക്കത്തില്ല, ഞാനത് ചെയ്യുകയില്ല. അധസ്ഥിത പ്രീണനം ശക്തമാണ്. ഇല്ലാത്തവന് വേണ്ടി പ്രീണനത്തിൻ്റെ ഞാൻ അറ്റം വരെയും ആർക്കെങ്കിലും അതിൽ വിരോധമുണ്ട്? ഇല്ലാത്തവനെ പ്രീണിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ട്? ജാതിക്കാരെ പ്രീണിപ്പിക്കുന്നവരെ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറയാം. അതിന് നമുക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ കൃത്യമായ വോട്ടിംഗ്. ഓക്കെ അല്ലേ? കൂടുതലൊന്നും വിജയിപ്പിക്കണം. അതിൻ്റെ ഗുണം തൃശ്ശൂർക്കാർക്കും തൃശ്ശൂർക്കാർ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MP കേരളത്തിന് വേണ്ടി മുഴുവൻ ഗുണം ചെയ്തു എന്ന് 5 വർഷം കഴിഞ്ഞ് ഞാൻ 2029 വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ എനിക്ക് ഈശ്വരൻ കനിഞ്ഞ് ആയുസ്സും ആരോഗ്യം നൽകുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും ആവശ്യപ്പെടേണ്ടി വരില്ല. നിങ്ങളെനിക്ക് എന്നെ വാഴ്ത്തും, എനിക്ക് നല്ല വിശ്വാസമാണ്. ആ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കും. സൈഡ് Okay.